ഇത് വസ്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമല്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളിലൂടെ അത് പോകണം. അതായത് നിങ്ങൾ ഹിജാബ് മര്യാദയ്ക്ക് ഇടുന്നില്ല അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നില്ല എന്ന് വരുന്നിടത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഹിജാബ് സത്യത്തിൽ അത് ചോയ്സാണോ അത് വസ്ത്രമാണോ എന്നൊക്കെയുള്ള കാര്യം. ഹിജാബ് ഇട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും അത് ചോയ്സാണ്, അത് എന്താണ് വസ്ത്രമാണ്, വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയും. ഒരു ലേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ അത് പിന്നെ അവിടെ ആയി മാറുന്നത് ഈ പറയുന്ന സാധനമായിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇസ്ലാമിക ഫെമിനിസ്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഹിജാബ് ഇടുന്നില്ല എന്നതുവരെ ഹിജാബ് ചോയ്സാണ്, വസ്ത്ര സ്വാതന്ത്ര്യവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹിജാബ് മതചിഹ്നമാകും, മുസ്ലിം സ്ത്രീകളെ വേശ്യകളാക്കും, നിർബന്ധ തുണിയായി മാറും. ഇതാണ് ഹിജാബ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരേ സമയം വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളവും അതേസമയം തന്നെ മത അടയാളവുമായിട്ട് നിലനിൽക്കുന്ന ഒരു വേവ് നേച്ചർ പാർട്ടിക്കിൾ നേച്ചറും എന്നൊക്കെ പറയുന്ന മാതിരി കാണിക്കുന്ന ഒരു സാധനമാണ് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം.